ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ സക്കേവൂസിന്റെ കഥയാണ് നമ്മൾ വായിച്ചു കേട്ട്. നമുക്ക് കാണാപ്പാടം എന്നോണം അറിയാവുന്ന ഒരു കഥയാണ്, വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയുമാണ്. കാരണം ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ കുടുംബവും ഇതുപോലെ അനുഗ്രഹിക്കപ്പെടാനുള്ളതാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സക്കേവൂസ് ഒരു മരത്തിന് മുകളിലിരിക്കുന്നു. ഈ മരത്തിന് താഴെ വന്നിട്ട് സക്കേവൂസിനോട് മുകളിലേക്ക് നോക്കി പറയുകയാണ്, സക്കേവൂസ് നീ ഇറങ്ങി വായോ, ഇന്ന് എനിക്ക് നിന്റെ കൂടെ നിന്റെ ഭവനത്തിലേക്ക് വരണം എന്ന് പറയുകയാണ്. ഈ സക്കേവൂസ് ഇറങ്ങി വരുമ്പോഴാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അവന് ലഭിക്കുന്നതും അതുപോലെ തന്നെ ദൈവം അവന്റെ വീട്ടിലേക്ക് യാത്രയാകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്കതൊരു പ്രതീകാത്മകമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കും. ലൗകികമായിട്ടുള്ള ഒരു കാര്യം അനുസരിച്ച് നോക്കിയാൽ ഒരു പക്ഷെ നമുക്ക് നല്ല ജോലിയുണ്ട്, നല്ല സമ്പത്തുണ്ട്, നല്ല സമൂഹത്തിൽ നല്ല പദവിയുണ്ട്, അല്ലെങ്കിൽ നല്ല സ്ഥാനമാനങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഉയരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ ഒന്ന് താഴേക്ക് ഇറങ്ങി വായോ, അല്ലെ, താഴേക്ക് ഇറങ്ങി വായോ, ഇന്ന് നിന്റെ ഭവനത്തിൽ വരേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള വലിയ വലിയ സ്ഥാനമാനങ്ങൾ വെടിഞ്ഞ് ഈശോയുടെ അടുത്തേക്ക്, നമ്മളെ പ്രതി എളിയവനായ ഈശോയുടെ അടുത്തേക്ക് നമ്മൾ താഴ്ന്നിറങ്ങുമ്പോൾ, ഒരു എളിമയോടെ ദൈവത്തെ സമീപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. സുവിശേഷത്തിൽ നമ്മൾ ശതാധിപനായിട്ടുള്ള ഒരു മനുഷ്യന്റെ വിശ്വാസമൊക്കെ കാണുന്നുണ്ട്, അല്ലെ. തൻ്റെ കീഴിലും ഒരുപാട് ആളുകൾ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വരാനും അങ്ങോട്ട് പോകാനായിട്ട് പറയുമ്പോൾ പോകാനും ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഈ ശതാധിപൻ വളരെ എളിമയോടെ ഈശോയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ജെറുസലേമിൽ ഒരാളിൽ പോലും ഇത്രമാത്രം വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ എളിമയോടെ ദൈവത്തെ സമീപിക്കാനായിട്ട്, ദൈവസന്നിധിയിൽ എത്താനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.